മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാവോ? നാം എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അതിനി നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല. പക്ഷെ നമുക്കൊക്കെ ഒരു ടെൻഷനുണ്ട്. ഈ മൊബൈൽ ഫോണ് റേഡിയേഷൻ ഉണ്ടാക്കുവോ? ഈ റേഡിയേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ക്യാൻസർ വരുമോ? മറ്റ് പ്രശ്നങ്ങൾ വരുമോ? ഇതൊക്കെ നമ്മുടെ ഒരു ആദിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണിലൂടെയുള്ള റേഡിയേഷൻ അയോണൈസിങ് റേഡിയേഷൻ അല്ല. അത് റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ എന്നുള്ള രീതിയിലുള്ള ചെറിയ എനർജിയുള്ള ഹൈ എനർജി റേഡിയേഷൻ അല്ല, എനർജി കുറഞ്ഞ റേഡിയേഷനാണ്. എനർജി കൂടിയ റേഡിയേഷനാണ് ക്യാൻസർ പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അയോണൈസിങ് റേഡിയേഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ DNA കോശത്തിനകത്തുള്ള DNA ബാധിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പോഴുള്ള പഠനങ്ങൾ പറയുന്നത് ഇത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള അത്തരത്തിലുള്ള ഉണ്ടാക്കുന്നതിനുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എന്താണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ? സാധാരണഗതിയിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണ് നമ്മൾ പലരും. നമ്മളൊന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേന് പോയി ടച്ച് ചെയ്യും. അപ്പോൾ ഇതിന് മൊബൈൽ ഫോൺ ഹൈ ടച്ച് ഏരിയയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം തൊടുന്ന ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ. ബാത്റൂമിൽ പോലും ചിലർ കൊണ്ടുവരുന്നുണ്ട്. ബാത്റൂമിൽ മൊബൈൽ ഫോൺ ഇല്ലാതെ പറ്റാത്ത അവസ്ഥകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഈ മൊബൈൽ ഫോൺ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അത് ചെവിയിൽ അടുത്ത് പിടിക്കുന്നതുകൊണ്ട് ചെവിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പല ആൾക്കാരും വായ്ക്ക് അടുത്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് വായിലും മൂക്കിലൊക്കെ ഇൻഫെക്ഷൻ, അലർജി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ചൂട് കൊണ്ടാണ്. നമ്മൾ ഒരുപാട് നേരം ചെവിക്കകത്ത് അടുത്ത് വെക്കുന്നതുകൊണ്ട് ഇതിന് ചൂടൊരു പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ചെവിയിൽ ഇൻഫെക്ഷൻ വരാനും അതുപോലെ ചെവിയിൽ മറ്റു പ്രയാസങ്ങൾ, വേദന പോലുള്ള പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചൂടാണ് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. അതുപോലെ ശബ്ദം കൊണ്ട് നമുക്ക് കേൾവിക്കുറവ് വരാം. തുടർച്ചയായിട്ട് നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കേൾവിക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചെവിയിൽ മൂളൽ, ടിനിറ്റസ് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. ചെവിയിൽ പല തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർക്ക് ബാലൻസ് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ വേറൊരു വിഷയം വരുന്നത് നമ്മൾ ചെവിയിൽ ഇയർ പ്ലഗ് ഉപയോഗിക്കുന്ന ആൾക്കാർ, പ്ലഗ് ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർ പ്ലഗ് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇൻഫെക്ഷൻ മറ്റുള്ള ആൾക്കാർക്ക് പകർന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അതിനകത്ത് പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ, ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചെവി തട്ടിയിട്ട് മുറിവ് വരാനും ഇൻഫെക്ഷൻ വരാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് തുടർച്ചയായിട്ടുള്ള ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 60-60-60 റൂൾ എന്ന് പറയും. അപ്പോൾ 60% താഴെ വോളിയം വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 60% താഴെ വോളിയം വെക്കുക. അതുപോലെ നമ്മളിത് ഉറങ്ങുന്നതിൻ്റെ 60 മിനിറ്റ് മുമ്പ് നമ്മൾ സ്ക്രീൻ ഓഫ് ആക്കുക. നമ്മളിതിനകത്തുള്ള ഒരു പ്രത്യേക റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ അതിന് പ്രത്യേക ആപ്പുകളുണ്ട്, ബ്ലൂറേ കട്ടിങ് ആപ്പുകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 60 മിനിറ്റ് മുമ്പ് സ്ക്രീൻ ഓഫ് ആക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മളിത് സാനിറ്റൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തൊടുന്നതുകൊണ്ട് ഫ്രീക്വൻലി ഹൈ ടച്ച് ഏരിയ ആയതുകൊണ്ട് നമ്മളിത് കോട്ടൺ സ്വാബ് കൊണ്ട് നമ്മുടെ ആൽക്കഹോൾ സ്വാബുകളൊക്കെ കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത അവസ്ഥയിൽ ഒന്ന് മാറ്റി വെക്കാം. അത്തരം കാര്യങ്ങൾ. അതുപോലെ 60 മിനിറ്റിൽ കൂടുതൽ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ്. 60 മിനിറ്റ് തുടർച്ചയായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ 60-60-60 റൂൾ വളരെ പ്രയോജനപ്രദമാണ്. 60% വോളിയത്തിൽ കുറച്ച് വെക്കുക. 60 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായിട്ട് നോക്കാതിരിക്കുക. ഉറങ്ങുന്നതിൻ്റെ 60 മിനിറ്റ് മുമ്പ് നമ്മൾ സ്ക്രീന് ഓഫ് ആക്കിയിടുക.